നമസ്കാരം. മലയാളി വാർത്താ സ്പെഷ്യലിലേക്ക് കയറിപ്പോന്നോളി. അയ്യയ്യോ അയ്യയ്യോ കഷ്ടപ്പാടിൻ കൂത്ത്, കണ്ണീലോ കണ്ണീരിൻ പെരുമാരി, എന്താണെടോ ഏതാണെടോ എങ്ങാണെടോ ഒരു കച്ചിത്തുരുമ്പ്. മുഖ്യൻ പാടുകയാണ് സുഹൃത്തുക്കളെ, പാടുപെടുകയാണ്. അതേ, അവർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. മോളുടെ ആപ്പീസ് പൂട്ടാൻ SFIO എത്തിയിരിക്കുന്നു. കർത്തയുടെ കമ്പനിയിൽ റെയ്ഡ് നടത്തി നേരെ സർക്കാർ ഓഫീസ് KSIDCയിലേക്ക് വരെ കയറി. വന്ന പാടെ അരിച്ചങ്ങ് പെറുക്കി. കുറച്ച് ദിവസം കൂടി നമ്മൾ വരും, ഓരോ അരിയും പെറുക്കി എടുത്തിട്ടേ പോകൂന്ന് ടൈ കെട്ടിയ ഏമാന്മാർ വന്ന് പേടിപ്പിച്ചിട്ട് പോയിട്ടുണ്ടെന്ന്. ഇനി AKG സെന്ററിലേക്ക് സഖാക്കളെ ചായയും പടയും റെഡിയാക്കി വെച്ചോ, ഒരു വരവ് വരുന്നുണ്ടെന്നാണ് SFIO പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതോടെ ഗോവിന്ദൻ മാമൻ അങ്ങോട്ട് ഇളകിയില്ലേ? ദേ മുഖ്യനും കൂട്ടരും മോദിജിക്കെതിരെ സമരം ചെയ്യാൻ ഡൽഹിക്ക് പോയിരിക്കുക. ആണുങ്ങളില്ലാത്ത നേരം നോക്കി AKGയിൽ കയറി പോക്കൃതരം കാണിച്ചാലുണ്ടല്ലോ. അപ്പൊ ഗോവിന്ദൻ മാമൻ അതിവിടെ പ്രസക്തമല്ല. ഡേ റെഡ് ആർമിയെ ഇറക്കം പറഞ്ഞേക്കാം നമ്മള്. നിരത്തി നിർത്തും അങ്ങോട്ട്. അവന്മാര് നിന്നെയൊക്കെ പിന്നാമ്പുറം കാണിച്ച് ഓടിക്കും. അവന്മാരെ ഇറക്കിക്കോ. കാണിക്കുന്ന പിന്നാമ്പുറത്തെല്ലാം ഗുണ്ടുപൊട്ടിച്ചെറിയും പറഞ്ഞേക്കാം എന്ന് കേന്ദ്ര ഏജൻസി. മ്ലേച്ഛമായ കാര്യമല്ലേ അത്? ഗുണ്ടുപൊട്ടിച്ചെറിയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യവർക്ക് സംസ്കാരം ഇല്ല മുഖ്യ. അല്ലാതെ ഇപ്പൊ എന്ത് പറയാനേ ഇത്? പിന്നാമ്പുറത്ത് ഗുണ്ടുപൊട്ടിച്ചെറിയൂന്ന്. ഇതൊരു സൂചന വരവ് മാത്രമാണ് ഗോവിന്ദ മാമ, റിഹേഴ്സൽ. ഇനിയും വിളവെടുത്താൽ അനിശ്ചിത കാലത്തേക്കുള്ള റെയ്ഡുകൾ പുറകെ വരുന്നുണ്ടെന്ന് SFIO. ഇതോടെ കാവടി എടുത്തില്ലേ ഗോവിന്ദ മാമൻ? ഓഹോ, KSIDCയിൽ കയറിയതൊക്കെ അത് ഞാനങ്ങ് ക്ഷമിച്ചു. എന്റെ AKG സെന്ററിലെങ്ങാണം കാല് കുത്തിയാൽ പിന്നെ എവിടെയും പോയി കുത്താൻ നിനക്കൊന്നും കാല് കാണൂല. ഞാൻ AKG സെന്ററിന്റെ പടിയിൽ കയറി നെവർന്നങ്ങ് കിടക്കും. എന്റെ നെഞ്ചത്തൂടെ ചവിട്ടിയെ അകത്ത് കയറൂ നീയൊക്കെ. അങ്ങനെ തന്നെ ആയിക്കോട്ടെ, നെഞ്ചു വിരിച്ച് കിടന്നോട്ടോ, ചവിട്ടി നമ്മൾ കയറാം. യവന്മാർ ശരിയല്ല, യവന്മാർക്ക് നമ്മളെ പേടിയില്ല. EP ഇറക്കും പറഞ്ഞേക്കാം. വിമാനം വലിച്ചെറിയുമോ എന്നെയൊക്കെ? ഇറക്കിക്കോ, ആരെ വേണേലും ഇറക്കിക്കോളെ. ഇവിടെ തിരുവനന്തപുരത്ത് ഗോവിന്ദൻ മാമന്റെ കോമഡി, അങ്ങ് ഡൽഹിയിൽ മുഖ്യന്റെ കോമഡി. കേന്ദ്ര അവഗണനയ്ക്കെതിരെ മുഖ്യൻ കേന്ദ്ര തലസ്ഥാനത്ത് പ്രതിഷേധിക്കുന്നു. അപ്പോൾ തന്നെ SFIO കേരളത്തിൽ കയറി ഇറങ്ങി അങ്ങ് നിരങ്ങുവാണ് കേട്ടോ. എന്റെ പൊന്നു ഗോവിന്ദ, താൻ കേറി അവരെ വെല്ലുവിളിക്കല്ലേന്ന് മുഖ്യൻ കരഞ്ഞു കാല് പിടിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തേക്ക് കമ്പി അടിച്ചിട്ടുണ്ട്. ഞാനിവിടെ ജിയുടെ കാല് പിടിച്ച് മോളെ രക്ഷിക്കാൻ നോക്കുക. അപ്പൊ മുഖ്യൻ കേന്ദ്ര അവഗണനയ്ക്കെതിരെ സമരത്തിനല്ലേ പോയത്? അതെ, പോയത് കേന്ദ്ര അവഗണനയ്ക്കെതിരെ തന്നെയാണ്. എന്നോടും എന്റെ മോളോടും കേന്ദ്രം കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ തന്നെയാണ് ഞാൻ പ്രതിഷേധിക്കുന്നത് ഗോവിന്ദ. അപ്പൊ കേരളത്തിന് വേണ്ടിയല്ലേ പോയത്? പിന്നെ എന്റെ തലയിൽ കൂടെ കപ്പലോടുന്നല്ലോ കേരളത്തിന് വേണ്ടിയിട്ട് പോവാനായിട്ട്. ഇതങ്ങനെ പ്രതിഷേധത്തിന് പോയ മുഖ്യൻ ആന്തൂറിയും പൊക്കയും പിടിച്ച് ജിയുടെ ഔദ്യോഗിക വസതിക്ക് മുൻപിലൂടെ വട്ടം ചുറ്റുന്നുണ്ട്. ജി ബച്ചാവോ ബച്ചാവോ എന്നും പറഞ്ഞുകൊണ്ടാണ് കരച്ചില്. ഞാനില്ലാത്ത നേരത്ത് ഇജാതി പണി കാണിക്കരുതായിരുന്നു കേട്ടോ. മേരാ ബേട്ടി ജീവൻ ബഹുത്ത് ബഡാ കഷ്ട് ഹേ ജി, ബഹുത്ത് ബഡാ കഷ്ട് ഹേ, ബച്ചാവോ ബച്ചാവോ. അപ്പോൾ എങ്ങനാ തൃശൂർ തിരുവനന്തപുരം ഞങ്ങൾ എടുത്തോട്ടെ പിണു? എടുത്തോന്നേ, ഞാൻ തരില്ലേ അങ്ങോട്ട്. മുഖ്യനെല്ലാം കോംപ്ലിമെന്റ്സ് ആക്കിയിട്ടേ ഡൽഹിയിൽ നിന്ന് വരുവെള്ളന്നാ തോന്നുന്നത് കേട്ടോ. പോരാത്തതിന് ജി അവിടുന്ന് തൃശ്ശൂർക്ക് ലോഡ് കണക്കിന് അരിയും ലോറിയിൽ വിട്ടിട്ടുണ്ട്. തൃശ്ശൂർ ഇത്തവണ പൊക്കുമെന്ന്. അതിന് വേണ്ടിയിട്ടാണല്ലോ വീണയെ വെച്ചുള്ള ഈ കളികൾ. അല്ലാതെ വീണയെയും തന്തപ്പടിയെയും അകത്താക്കാനുള്ള ശുഷ്കാന്തി കൊണ്ടൊന്നും അല്ല എന്ന് നമുക്ക് അറിയാം കേട്ടോ ജി. നിങ്ങളുടെ ഉഡായിപ്ലിക്കേഷൻ ഓഫ് ദ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ജി കേട്ടോ. തിരികെ വിജയശ്രീ ലാളിതനായ ഒരു വരവുണ്ട് മുഖ്യൻ. കേന്ദ്രത്തിനെതിരെ പോരാടി എല്ലാം ഞാൻ ശരിയാക്കിയിട്ടുണ്ട്, എല്ലാം കോംപ്ലിമെന്റ്സ് ആക്കിയെന്ന്. അപ്പോഴും അണികൾ ജയ് കളിക്കും. കേന്ദ്ര അവഗണനയ്ക്കെതിരെ സധൈര്യം പോരാടിയ മുഖ്യൻ വിജയിച്ചിരിക്കുന്നു. ലാൽസലം സഖാക്കളെ, ലാൽസലം. നടന്നത് എന്താന്ന് നമുക്കല്ലേ അറിയുള്ളൂ, മുഖ്യൻ അവിടെ പോയി കരഞ്ഞ കാര്യം. എന്നിട്ട് AKG സെന്ററിൽ മുഖ്യൻ ബൊക്കയും മാലയും ഒക്കെ ഇട്ട് സ്വീകരണം ഒക്കെ ഏറ്റുവാങ്ങിയ ശേഷം നേരെ ക്ലിഫ് ഹൗസിൽ ചെന്നിറങ്ങിയിട്ട് നെഞ്ചും വിരിച്ച് അകത്തോട്ടൊരു പോക്ക. എന്നിട്ട് റൂമിൽ കയറി വാതിലടച്ച് പൊട്ടിക്കരച്ചിലായി. എന്റെ തൃശ്ശൂര് പോയേ, എന്റെ തിരുവനന്തപുരം പോയേന്ന്. പോയി മോളെ, എല്ലാം പോയിന്ന്. വീണ്ടും വീണ്ടും ഒരു ശാപശകുനപ്പിഴയായി ഞാൻ ഈ നാട്ടിൽ വീട്ടിൽ ഇഴയുന്നേ പുഴുവായി ചത്തേ ചത്തേ ഇനി കാല് രണ്ടും കൂട്ടി കെട്ടിത്തെക്കേ ദിക്കിൽ എവിടെയും കുഴിമാന്ത് ഗോവിന്ദ. അവസ്ഥയിലാ ഞാനിപ്പോൾ. ആരോടേലും ഇത് പറയാൻ പറ്റുമോ? ഇത്
അങ്ങനെ ബേട്ടി ബച്ചാവോയ്ക്ക് വേണ്ടിയുള്ള മുഖ്യന്റെ ചില കളികളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാനുണ്ട്. അപ്പോൾ കാണാം.